ചെറുവള്ളി വിമാനത്താവള നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറത്തിറക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചെറുവള്ളി വിമാനത്താവളത്തിനായിട്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ നിലവിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായിട്ട് പുതിയ വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറക്കും. മാത്രമല്ല, ഈ സാമൂഹിക ആഘാത പഠനം നേരത്തെ നടത്തിയിരുന്നു. പക്ഷെ അത് പുതിയ ഏജൻസിയെ കൊണ്ട് വീണ്ടും നടത്തിക്കുമെന്നാണ് സർക്കാർ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലെ വിജ്ഞാപനം നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണ്. ഈ ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് സർക്കാർ എന്ന ഈ വിജ്ഞാപനം പിൻവലിക്കുമെന്ന കാര്യം നിലപാടെന്നുള്ള രീതിയിൽ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന ഒരു വാദമെന്ന് പറയുന്നത്, ഈ സാമൂഹിക ആഘാത പഠനം നടത്തിയതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിച്ചതിലും ചട്ടവിരുദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ വിജ്ഞാപനം നിയമവിരുദ്ധമാണ് എന്നൊരു വാദമായിരുന്നു അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സിംഗിൾ ബെഞ്ച് ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്തത്. എന്തായാലും ഈ വിജ്ഞാപനം പിൻവലിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനം ഇറക്കുമെന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സാമൂഹികാഘാത പഠനം മറ്റൊരു ഏജൻസിയെ കൊണ്ട് നടത്തിക്കുമെന്ന കാര്യവും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ചെറുവള്ളി വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കുന്നുവെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്.